വാഹനങ്ങൾ കൂട്ടിയിടിച്ച കാര്യം തൊട്ടുമുമ്പ് നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. അതിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു. എപ്പോഴായിരുന്നു സംഭവം? ആർക്കെങ്കിലും പരിക്കുണ്ടോ? എന്താണ് സംഭവിച്ചത്? ബനീഷ്, ഏകത്താണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കമാൻഡോ വാഹനത്തിന് മുന്നിൽ അകമ്പടി പോയ പോലീസ് വാഹനം, ലോക്കൽ പോലീസിന്റെ വാഹനമാണ് ഇടിച്ചത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ സമീപത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. കടയ്ക്കലിലെ ഒരു പരിപാടിയിൽ പോയ ശേഷം മുഖ്യമന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് കമാൻഡോ വാഹനത്തിന് പിന്നിൽ പള്ളിക്കൽ സ്റ്റേഷനിലെ എസ്കോർട്ട് പോയ പോലീസ് വാഹനം ഇടിച്ചത്. ഈ പള്ളിക്കൽ സ്റ്റേഷനിലെ വാഹനം ഇടിച്ചതിന് പ്രധാന കാരണം തന്നെ ഈ എസ്കോർട്ട് വാഹനം, അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി കമാൻഡോ വാഹനങ്ങൾ ഉണ്ടാകും. അതിൽ മുന്നിലുള്ള വാഹനം ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഈ വാഹനങ്ങളെല്ലാം നിർത്തുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ പിന്നിലുള്ള കമാൻഡോ വാഹനത്തിന് പിന്നാലെ വന്ന ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഈ പള്ളിക്കൽ സ്റ്റേഷനിലെ വാഹനമാണ് ഇടിച്ചതിന് മറ്റ് ആർക്കും പരിക്കുകളൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ കമാൻഡോ വാഹനത്തിന്റെ പിന്നിൽ കുറച്ച് കേടുപാടുകൾ ഉണ്ടായി എന്ന് മാത്രമാണ്. ഏതായാലും ഉടൻ തന്നെ, വളരെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി ഏതായാലും ക്ലിഫ് എത്തിയിട്ടുണ്ട്. അടുത്ത പരിപാടിക്കായി മുഖ്യമന്ത്രി തയ്യാറെടുത്ത് പോകാനൊരുക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മനീഷ്, ശരി. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനങ്ങൾ, കമാൻഡോ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആർക്കും പരിക്കൊന്നുമില്ല. വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ട് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.